നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും ആത്മഫലങ്ങൾ വിളയിക്കുന്ന ഉപമയാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, പെന്തക്കോസ്ത് പെരുന്നാളിന് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ നമ്മൾ പെന്തക്കോസ്തിക്ക് മുമ്പുള്ളതായ വെള്ളിയാഴ്ചത്തെ ഈ ആരാധനയും ധ്യാനവും ആ ശുശ്രൂഷയ്ക്കുള്ള കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായ സമയമായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. പെന്തക്കോസ്തി പെരുന്നാളിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വായിക്കേണ്ട വേദഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. ദീർഘമായ ശുശ്രൂഷയായതുകൊണ്ട് ഇന്നു മുതലേ ഞായറാഴ്ചത്തെ ആരാധനയുടെ വായനകൾ തുടരുകയാണ്. അത് നമ്മുടെ അന്നത്തെ വായനകളുടെ ശുശ്രൂഷ നമുക്ക് മടുപ്പായി തോന്നാതിരിക്കാൻ വേണ്ടി ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി അന്നത്തെ വായനകളൊക്കെയും നമ്മൾ വായിച്ച് ദഹിപ്പിച്ച് അത് നമ്മുടെ ഓജസ്സും വീര്യവുമായി മാറുവാൻ പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കോസ്തി പെരുന്നാൾ നമ്മൾ വായിച്ചിരിക്കേണ്ട, ധ്യാനിച്ച് അനുഭവമാക്കേണ്ട, അന്ന് നമുക്ക് ലഭിക്കാൻ ദൈവം കരുതിയിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുങ്ങി അതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 42 അധ്യായത്തിൽ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് ആദ്യമായി വായിച്ച് നിവർത്തിച്ച വചനമാണിത്. കർത്താവ് 30 കൊല്ലം അജ്ഞാതനായി തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായം വന്നതുവരെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒളിഞ്ഞ് താമസിച്ചു. ഒരു മരപ്പണിക്കാരനായി, ഒരു തച്ചനായി താൻ 30 വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ രഹസ്യമായി തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ കാത്തിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആദ്യമായി ദേവാലയത്തിൽ പോയി വായിച്ച വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അന്ന് കർത്താവ് ഈ വേദഭാഗം എടുത്ത് വായിച്ചിട്ട് ഈ വചനം ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ചു. അതേ കർത്താവ് മാമോദീസായിൽ നമ്മൾ ജനിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഇതുപോലെ രഹസ്യമായി യേശു വളരേണ്ട ഒരു കാലമുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും. യേശുവിന് 30 കൊല്ലം വേണമായിരുന്നു. ഓരോ പ്രവാചകന്മാർക്കും ഓരോ കാലത്തായിരുന്നു പരസ്യ ശുശ്രൂഷയുടെ തുടക്കം. ബാല്യത്തിൽ തന്നെ ശൗമേലിനെ വേല കിട്ടി. 30-ാം വയസ്സിൽ യേശു ആ വേല ആരംഭിച്ചു. മോശ 80-ാം വയസ്സിലാണ് തുടങ്ങിയത്. 40-ാം വയസ്സിൽ പാഴ്പണി ചെയ്ത് ഓടിപ്പോകേണ്ടി വന്നു. ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ളതായ ദൈവത്തിൻ്റെ അഭിഷിക്തർ എല്ലാവരും തന്നെ ഒരുങ്ങിയ ഒരു കാലം, നിറഞ്ഞിരുന്നൊരു കാലം, പരസ്യശുശ്രൂഷ തുടങ്ങിയ ഒരു കാലം, അത് പൂർത്തീകരിച്ച മറ്റൊരു കാലം. നമ്മൾ ഏതിനമാണെന്ന് ആദ്യം അറിയാം. നമ്മൾ വേറെ ആരുമായി നമ്മളെ താരതമ്യപ്പെടുത്താൻ പാടില്ല. കർത്താവിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ പിതാവായ ദൈവനമ്പുരാനോട് ചോദിക്കണം, കർത്താവ് ഞാൻ ആരാണ്, ഞാൻ ഏതിനമാണ്. യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചു വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിലൂടെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിവൃത്തിയായത് അനേകർ ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞു. ഇതാ എൻ്റെ ദാസൻ, ഞാൻ താങ്ങുന്നവൻ, എൻ്റെ ഉള്ളം പ്രമോദിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികൾക്ക് ന്യായം നടത്തി കൊടുക്കും. അവൻ നിലവിളിക്കുകയില്ല, സ്വരമുയർത്തുകയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായപാലനം ചെയ്യും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നതുവരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ നിയമത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. അങ്ങനെ ഇന്ന് വായിച്ചതായ തിരുവചനത്തിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ നിവൃത്തിയായ കാര്യങ്ങൾ, കർത്താവ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഭ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വേദശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആ ഇംഗ്ലീഷ് വാചകത്തിൻ്റെ അർത്ഥം ഇതാണ്. മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് രക്ഷകനായി പിറന്ന യേശു സഭയാകുന്ന ശരീരത്തിൻ്റെ തലയായി ലോകത്തിൽ വന്ന് പണി ചെയ്തിട്ട് പോയി. ഉടലായിത്തീരുന്ന നമ്മൾ, ആ തലയോട് ചേർന്ന ഉടലായി നമ്മളും അതേ പാതയിൽ സഞ്ചരിച്ച് തല പറയുന്നത് കേൾക്കുന്ന ഉടലായി അവയവമായി മാറിയാലേ കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിലെത്തി
ആ മണവാളനോട് ഇരുന്ന് മണവാട്ടിയാകാനും കൊള്ളുന്ന കാര്യം ഓർപ്പിക്കുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്, പെന്തക്കോസ്ത് പെരുന്നാളിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അതിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് വിടുതൽ പ്രാപിക്കണം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഈ 42 അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം തൊട്ട് വായിക്കുന്നു. എന്നാൽ ഇത് കൊള്ളയടിക്കപ്പെട്ടതും കവർ ചെയ്യപ്പെട്ടതുമായ ഒരു ജനതയാകുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തിരി പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞെങ്കിലും, തിരുനാൾ ധ്യാനത്തിന് വന്നെങ്കിലും, തിരുനാൾ കുർബാനയെ സംബന്ധിച്ചെങ്കിലും, ധ്യാനം സംബന്ധിച്ച് ഒത്തിരി കേട്ടെങ്കിലും അവസ്ഥ ഇതാണ്. കൊള്ളയടിക്കപ്പെട്ടതും കവർ ചെയ്യപ്പെട്ടതുമായ ഒരു ജനത. അങ്ങനെ ഒരു കാലം നമുക്കുണ്ട്. അവരൊക്കെയും കുഴിയിൽ കുടുങ്ങിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ ഇരയായി തീർന്നു, ആരും വിടുവിക്കുന്നുമില്ല. അവർ കൊള്ളയായിപ്പോയി, മടക്കിത്തരിക എന്ന് ആരും പറയുന്നതുമില്ല. ആരും വിടുവിക്കുന്നില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ അനേക നാൾ നടന്നു. ഈ പെന്തക്കോസ്ത് പെരുന്നാളിനെ നമ്മളെ ഒരുക്കി വിടുവിക്കാൻ വേണ്ടിയാണ് വിടുതൽ ശുശ്രൂഷയ്ക്ക് പ്രാഗൽഭ്യമുള്ള കൃപാവരങ്ങളുള്ള ഒരു ഗ്രൂപ്പ് വന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനം നടത്തിയത്. അവർക്ക് അനേക വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു വരമാണ് വിടുതൽ ശുശ്രൂഷ. അത് ദൈവനിയമപ്രകാരം പലയിടങ്ങളിൽ പോയി ചെയ്യുന്നുണ്ട്. ഒരു ടീമായിട്ട് ആ പണി ചെയ്യുക. നമുക്കും കിട്ടും വിടുതൽ ശുശ്രൂഷ. എല്ലാ പുരോഹിതന്മാർക്കും മഹാപുരോഹിതർക്കും വിടുതൽ ശുശ്രൂഷയുണ്ട്. പക്ഷെ അതിനുള്ളതായ കാത്തിരിപ്പും ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ എല്ലാ പുരോഹിതർക്കും ചെയ്യാവുന്ന ഒരു പണിയാണിത്. അത് പുരോഹിതർ ചെയ്യുന്നില്ല, അത് സാധാരണ ജനങ്ങളെ കൊണ്ടും കർത്താവ് ചെയ്യിപ്പിക്കും. ആ ശുശ്രൂഷ ഇന്ന് പല ഇടങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വിടുതൽ ശുശ്രൂഷ നമുക്ക് പ്രയോജനപ്പെട്ടോ? അത് പ്രയോജനപ്പെടുത്തിയോ? അത് പലരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒരാളെ കൊണ്ട് തന്നെ എല്ലാ പണി ചെയ്യിക്കാൻ സാധ്യമല്ല. സഭയാകുന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ഓരോ വേലയാണ് ചെയ്യുന്നത്. പരസ്പര പൂരകങ്ങളായ പണികൾ ചെയ്യാൻ ദൈവം ഓരോരുത്തരും നിയോഗിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആര് ഇതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തിന് വേണ്ടി ആര് ശ്രദ്ധിച്ച് കേൾക്കും? 24-ാമത്തെ വാക്യത്തിൽ യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തത് ആരാണ്? യഹോവ തന്നെയല്ലയോ? അപ്പോൾ നമ്മളെ ശത്രുവിനെ ഏൽപ്പിച്ചു, നീ കൊള്ളയടിച്ചോളാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് നമുക്ക് സംഭവിച്ചത്. ആ കർത്താവ് തന്നെ വിടിയിക്കാൻ ആളിനെ വിടും. കർത്താവ് നമ്മളെ മുറിപ്പെടുത്താൻ ആളിനെ വിടും, മുറി കിട്ടാൻ വേറെ ആളെ വിടും. ചതയ്ക്കാൻ ഒരാളിനെ വിടും, ചതച്ചത് പൊറപ്പിക്കാൻ വേറൊരാളെ വിടും. എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നു. അത് നന്ദി പറയണം. അപ്പോൾ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞായറാഴ്ച ഒരു ഗ്രൂപ്പ് വന്നെങ്കിൽ അവരെ അയച്ചത് ദൈവമാണ്. എന്നാൽ അതിനു മുമ്പ് നമ്മളെ കെട്ടിക്കൊള്ളാനും ബന്ധിച്ചോളാനും പറഞ്ഞ് വേറെ വല്ല ഏൽപ്പിച്ചതും കർത്താവ് തന്നെ. ഇതെല്ലാം നമ്മളെ ആത്മഫലമുള്ളവരാക്കാൻ വേണ്ടിയാണെന്ന് കാര്യം ഓർപ്പിക്കാൻ. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയായും ഏൽപ്പിച്ച് കൊടുത്തവനാര്? യഹോവ തന്നെ അല്ലയോ? നമ്മളിന്നിപ്പോൾ നമ്മുടെ ശത്രുക്കൾ ആരും നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവെ, നീ ഞങ്ങളെ ബന്ധിക്കാൻ അവരെ അനുവദിച്ച നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നമുക്ക് നമ്മുടെ ധാരണ പൊളിച്ചിരുന്നു. ആരോ എന്നെ ഏതാണ്ട് ചെയ്തിരിക്കുന്നു, എന്നോട് ഇഷ്ടമില്ലാത്ത ആരൊക്കെ എന്നൊക്കെ ചെയ്തിരിക്കുന്നു, ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനല്ല. എന്നെ സ്വർഗത്തിലെ പിതാവ് തന്നെ എന്നെ ഇങ്ങനെയാക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിന് നന്ദി പറയാം. അതിനെ പ്രയോജനപ്പെടുത്തിയതിന് ശേഷമേ വിടുതൽ ശുശ്രൂഷയുടെ പ്രയോജനം. ഇവിടെ ഞായറാഴ്ച വിടുതൽ ശുശ്രൂഷ നടത്തിയെങ്കിൽ എത്രയോ പ്രയോജനം കിട്ടി. അപ്പോൾ അവർക്ക് സംബന്ധിക്കാൻ പോലും ഒത്തില്ല. പല കാര്യങ്ങളും ഓടി നടക്കേണ്ടി വന്നു. അതും കർത്താവിൻ്റെ കൽപ്പനയാണ്. നീ ഈ പണി ചെയ്തു, നിന്റെ സമയമായില്ല, നീ അവിടെ തന്നെ നാളെ കിടന്നു എന്ന് പറഞ്ഞ് നമുക്ക് സംഭവിച്ചിരിക്കുന്ന സ്ഥലവും കർത്താവും കൂടെ അനുവദിച്ചിട്ടാണ്. പിള്ളേർ മാർക്ക് പറഞ്ഞു പോയെങ്കിൽ നന്ദി പറയണ്ടേ? നന്ദി പറയണം. അല്ല, നിരാശപ്പെടുകയല്ല വേണ്ടത്. പരീക്ഷയിൽ മാർക്ക് പറഞ്ഞു പോകുന്ന വലിയൊരു ഭാഗ്യമാണ്. കാര്യം എന്നാണെന്നറിയാമോ? എന്തൊക്കെ അറിയാൻ പാടില്ലെന്നുള്ളതിനൊരു സൂചനയാണ്. അത് നല്ലതല്ല. നല്ലവണ്ണം പഠിച്ചിട്ട് എല്ലാം പഠിച്ചിട്ടേ പാസ്സാകാവൂ, നല്ല മാർക്ക് മേടിക്കാവൂ.
ഏതെങ്കിലും അറിയാതെ പാസ്സായാൽ വഞ്ചനയാ, ചതിവാ. കാര്യം എന്നാ, മറ്റുള്ളവർക്ക് മിഥ്യാബോധം കൊടുത്ത് ഏതാണ്ട് അറിയാവുന്ന ആളാണെന്ന് എല്ലായിടത്തും ഏൽപ്പിക്കും. ഏൽപ്പിച്ച് അറിയാൻ പാടാത്ത കാര്യം പ്രയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം വരും. അത് ചെയ്യാനൊക്കാതെ അവിടെ പരാജയപ്പെടും. അതുകൊണ്ട് ഒരു സ്ഥാപനം പൂട്ടിക്കെട്ടേണ്ടി വരും. അത് വേണോ? വേണ്ട. അപ്പോൾ അതാണെങ്കിൽ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാം ഇല്ലെന്നുള്ള അറിയാൻ വേണ്ടി, എന്തെല്ലാം അറിയില്ല, എന്തെല്ലാം അനുഭവങ്ങളില്ല, എന്തെല്ലാം അതറിയാൻ വേണ്ടി പരീക്ഷ നല്ലതാണ്. പരീക്ഷ സഹിക്കുന്നത് കൊള്ളാവുന്നവരാക്കാനാണ്. അപ്പോൾ നമുക്ക് കൊള്ളരുതാഴി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പരീക്ഷയിൽ മാർക്ക് കുറയ്ക്കുന്നതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിരാശപ്പെട്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തോറ്റുപോയ പിള്ളേർക്ക് വേണ്ടി ഹല്ലേലൂയ. മാർക്ക് കുറഞ്ഞു പോയ പിള്ളേർക്ക് വേണ്ടി അവരാരും ആത്മഹത്യക്ക് പോയേക്കരുത്. എൻ്റെ കർത്താവ്, എനിക്കൊരു ബലഹീനതയുണ്ട്, ഞാൻ ഏതാക്കിയോ കാര്യം ഇനിയും പഠിക്കാനുണ്ടെന്ന കാര്യം അറിയിച്ചതിന് നന്ദി. ഇപ്പോഴേ അറിഞ്ഞുകൊണ്ട് നന്നായി. MBBS പഠിക്കുന്ന ഒരാൾ തോറ്റുപോകുന്നത് നല്ലതാണ്. എന്താ കാര്യം എന്നറിയാമോ? നല്ല രോഗികളെ കൊല്ലും. എന്താ, രോഗികൾ ജീവിക്കണമെങ്കിൽ MBBSകാരൻ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ടേ പാസ്സാവും. അവ എത്ര പ്രാവശ്യം തോറ്റാലും അയാൾ നന്ദി പറയണം, കർത്താവ് ഇനിയും ഞാൻ ഏതാണ്ടൊക്കെ പഠിക്കാനുണ്ട്, എല്ലാം പഠിച്ചിട്ട് പാസ്സായാൽ മതിയെന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടല്ല, നമുക്ക് ഇങ്ങോട്ട് വിജയം ഇങ്ങോട്ട് കിട്ടി, ഒരു ജോലി ഇങ്ങോട്ട് കിട്ടി, കല്യാണം അങ്ങോട്ട് നടന്നു, എല്ലാം ആയെന്നല്ല വിചാരിക്കേണ്ടത്. അവിടെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ പഠിക്കേണ്ടതെല്ലാം പഠിക്കണം. കർത്താവിന് പോലും 30 കൊല്ലം വേണമായിരുന്നു തിന്മയത്തിൽ നന്മ ചെറുക്കാൻ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ആ സമയത്ത് മാത്രം മതി, സമയത്തിന് ഒന്നിനു വേണ്ടി. അതുകൊണ്ട് ഈ വചനം നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചാലേ നമുക്ക് എപ്പോഴും സന്തോഷിക്കാനൊക്കെ ഉള്ളൂ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൂ. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയ്ക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ ആര്? യഹോവ തന്നെ അല്ലയോ? അവനോട് നാം പാപം ചെയ്തു പോയി, അവൻ്റെ വഴിയിൽ നടക്കുവാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു, അവൻ്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവർ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു, അത് അവിടെ ചുറ്റും അഗ്നി സ്ഥാപിച്ചു. എന്നിട്ടും അവർ അറിഞ്ഞില്ല, അതവരെ ദഹിപ്പിച്ചും അത് കൂട്ടാക്കിയില്ല. അപ്പം എന്നൊക്കെ ചെയ്താലില്ലാത്ത ഒരു അറിവില്ലായ്മ നോക്കട്ടെ. ആ അറിവില്ലായ്മയാണ് എത്ര അടിയുണ്ടാലും, എന്നൊക്കെ പറഞ്ഞാലും, എത്ര പരാജയം വന്നാലും പിന്നെയും മനസ്സിലാകാതെ നിരാശപ്പെടുന്നവരോട് കർത്താവ് പറയുക, എത്രയും വേഗം നീ തിരിച്ചു വരിക, കർത്താവ് ചെയ്തതിന് നന്ദി പറയുക. കർത്താവ് പരാജയം തന്നെങ്കിൽ അതിന് നന്ദി പറയുക. പരാജയങ്ങളെ കർത്താവിന് വിജയത്തിന് ചവിട്ടുപടിയാക്കാൻ സാധിക്കും. ചന്ദ്രനിൽ പോയ ആംസ്ട്രോങ്ങൊക്കെ എത്രയോ പരാജയത്തിന് ശേഷം ജയിച്ചെന്നറിയാവും. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് ഒത്തിരി പരീക്ഷണം നടത്തി ഒത്തിരി പേര് ചത്തി പോയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ കരിഞ്ഞ ചാര അവരെടുത്തുകൊണ്ട് പോയി പരീക്ഷണം നടത്തി അതിൽ നിന്ന് പുതിയ പാഠം ഒന്നും കളയില്ല. എല്ലാ പരാജയത്തിന് ചാരം എടുത്തുകൊണ്ട് പോയി പരീക്ഷണശാലയും ഒക്കെ ആകുമ്പോൾ വിജയത്തിൻ്റെ സൂത്രം അതിനകത്ത് ഉണ്ടായിരിക്കും. എല്ലാത്തിനും നന്ദി പറയാം, അത് ദൈവം അനുവദിച്ചിട്ടാണ്. അപ്പം പരാജയങ്ങളിൽ നിന്ന് വിജയിച്ച് വരുന്നവരെ പിന്നെ പരാജയപ്പെടുവോ? അങ്ങനെയുള്ളവർക്ക് അനേകരെ ജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഉൾക്കാഴ്ചയോടുകൂടെ പെന്തക്കോസ്ത് പെരുന്നാൾ ആരംഭിച്ചു കഴിഞ്ഞു. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ 3 ശുശ്രൂഷയുടെ 1-ാം ശുശ്രൂഷയുടെ ഭാഗം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാത്തിനും കൂടെ അന്നൊരു സമയമില്ല. അതുകൊണ്ട് പലർക്കും മടുപ്പായി പരിപാടി. ഏതാ പെന്തക്കോസ്തിലും ദീർഘമായ 3 കൊമ്പിടിയിലും പ്രാർത്ഥനയും ജനങ്ങൾ മടുത്ത് വിലജാതി തീർന്നാൽ മതി എന്ന് വിചാരിക്കും. എന്താണ് നമ്മുടെ പിതാക്കന്മാർ 10 ദിവസം ഒരുങ്ങിയതിന് ശേഷമാണ് ഈ പരിപാടി. അപ്പോൾ നല്ല ഒരുക്കത്തോടെ ചെയ്താൽ സമയം പോകുന്നത് അറിയില്ല, തീരരുതേ എന്ന് വിചാരിക്കും. അത്രയ്ക്ക് ഹൃദ്യമായ രസകരമായ ഒരു അനുഭവമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ബോധ്യത്തോടുകൂടെ കർത്താവ് നമ്മളെ കെട്ടാനും മുറിക്കാനും ചതയ്ക്കാനും നിയമിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കർത്താവ് പരാജയത്തിന് നന്ദി, എല്ലാത്തിനും നന്ദി. എനിക്ക് ആത്മാവിൽ നിറയണം, ആത്മഫലം വിളയും. നീ ഞങ്ങളുടെ മേൽ കൽപ്പിച്ച കൽപ്പന നീ മാറ്റി എഴുതണം. എനിക്ക് പുതിയ ഹൃദയം വേണം, പുതിയ ആത്മാവ് വേണം, പുതിയ ഫലം വേണം. അതുകൊണ്ട് എന്തെല്ലാം കളകൾ കൊയ്ത്തോളം വളരാനുണ്ടെന്നുള്ള കാര്യം അത് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ വായിക്കുന്ന വേദഭാഗത്തിൽ വരും. എന്തുകൊണ്ടാണ് ആത്മഫലങ്ങൾ വിളയാത്തത്? കളകൾ കൊയ്ത്തോളം വളരേണ്ട കളകളെ വളർത്തേണ്ട ഒരു കാലം ഉണ്ട്. ഇത്രയും നാൾ 74-ാമത്തെ വയസ്സിൽ ആദ്യത്തെ പെന്തക്കോസ്ത് പെരുന്നാൾ നടത്താൻ പോവുകയാണ്. എൻ്റെ അനുഭവം പറഞ്ഞാൽ 73 കൊല്ലം കൊയ്ത്തോളം വളർന്ന കള എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാനതിനെ വളർത്താനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ആർക്കും ഒരു അനുഗ്രഹം കൊടുക്കാൻ ഞാനും ഒന്നും ചെയ്തിട്ടില്ല. കൊയ്ത്തോളം വളർന്ന കളയ്ക്ക് ഞങ്ങൾ വളമിടുകയായിരുന്നു. നൽകും. ഇവിടെ വിടുതൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരൊക്കെ പറയും, നിങ്ങൾ എന്നാ കാണിക്കുകയായിരുന്നു ഇവിടെ? ഈ റംബാൻ എന്നാ ചെയ്യായിരുന്നു? റംബാൻ വളമിടുകയായിരുന്നു. ഏതിനെ? കൊയ്ത്തോളം വളരേണ്ട കളയ്ക്ക് വളമിടുകയായിരുന്നു. അത് കൊയ്യാൻ ദൈവം ഓരോരുത്തരെ വിടും. അതേ എന്നെ ഏൽപ്പിച്ചുള്ളൂ. കാരണം എൻ്റെ കള കളഞ്ഞിട്ടില്ല ഒരാളുടെ കള മാറ്റാനൊക്കെ ഉള്ളൂ. അത് ഞാൻ സഹിക്കുകയായിരുന്നു. എൻ്റെ കൂടെ വന്നവരുടെ എല്ലാ ബലഹീനതകൾക്ക് ഞാൻ വളവിടുകയായിരുന്നു. ഞാനത് ഇവരെല്ലാം വളർത്തി വിട്ടത്. ഏതാ? എൻ്റെ കൂടെ വന്നവരെയും പോയവരെയും നശിച്ചവരെയും എല്ലാം വളർത്തി തരാം ഞാനിവിടെ കൂടിയ. കാരണം
എൻ്റെ കള കൊണ്ട് കഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. എൻ്റെ മാതാപിതാക്കളാണ് ഏറ്റവും അധികം എൻ്റെ കള നിമിത്തം കഷ്ടപ്പെട്ടുള്ളത്. ഭയങ്കര കുസൃതിക്കാരനായിരുന്നു. ഉണ്ടായിരുന്ന വാഴയെല്ലാം വെട്ടുമായിരുന്നു, വീട്ടിലുള്ള പുസ്തകമെല്ലാം വലിച്ചു കീറുമായിരുന്നു. ഒരു പ്രാർത്ഥനയെ പോലെ ഓടി നടന്ന് ഒത്തിരി അടികൊണ്ട് ഒത്തിരി കവണ് വീണ് കുസൃതിക്കടെ കവണ് വീണ് തല പൊട്ടിയതായത്. എൻ്റെ കുസൃതി കാരണം സഹികേട്ട് ശപിച്ച ആ മാതാപിതാക്കളവരെ കാണി ഇവിടുന്ന് ഒടുങ്ങിയിരുന്ന പറയേണ്ടി വന്ന് കാണും. അതെല്ലാം മാറണം. അതിൻ്റെ കൂടെ കൊയ്ത്തോളം വേണ്ട ഗർഭം മുതൽ എൻ്റെ ഉള്ളിൽ കയറിയ തിന്മയുടെ ശക്തികളുണ്ട്, കളകളുണ്ട്. അത് കൊയ്ത്തോളം വളരേണ്ട കളയായിരുന്നുകൊണ്ട് അത് സഹിച്ചു ഇത്രയും നാളുകൊണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ പെന്തക്കോസ്തി പെരുന്നാളിൽ അനുഗ്രഹമൊന്നും അധികമൊന്നും കിട്ടിയില്ല. കാര്യം എന്നാ, കൊയ്ത്തോളം വളരേണ്ട കള ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു കൊല്ലം മുഴുവനും എല്ലാ മാസവും ഓരോ ആഴ്ചയിൽ ഓരോ ധ്യാനമന്ദിരങ്ങളിൽ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി മാറിയിരുന്ന് ഈ കൊയ്ത്തോളം വളരേണ്ട കളകളെ ഒന്നിച്ച് വലിച്ചു പറിക്കാൻ, ഭയങ്കര മരമാണത്, മരം വലിച്ചു പറിക്കാനത്. ആദ്യം ഒരു കമ്പ് വെട്ടുക, വേറൊരു കമ്പ് വെട്ടുക, അത് കഴിഞ്ഞ് ചോട് വെട്ടുക, പിന്നെ വേരൊന്നും മാത്രം ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തിരി വേരുകളുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലം മുഴുവനും കമ്പ് വെട്ടും വേര് പറിക്കലും ഒക്കെ ആയിരുന്നു. ഈ ഞായറാഴ്ച നോക്കാൻ ഇനി പുതിയ അനുഗ്രഹം വല്ലതും കിട്ടുമെന്ന് നമ്മളെല്ലാവരും സഹകരിക്കാമെങ്കിൽ നമുക്ക് പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന കൊമ്പുകളും കമ്പുകളും ആകാൻ ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും ഒക്കെ നടത്താൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പെന്തക്കോസ്തി പെരുന്നാളിനുള്ളവർക്കും തുടരുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന ഈ ബോധത്തോടെ നിരാശ വന്നവരെല്ലാവരും ക്ഷമ ചോദിക്കണം. കർത്താവേ, കൊയ്ത്തോളം വളരേണ്ടകൾ അപ്പനിൽ കൂടിയും അമ്മയിൽ കൂടിയും വല്യപ്പന്മാരിൽ കൂടിയും വല്യമ്മമാരെ അമ്മാച്ചന്മാരിൽ കൂടിയും അമ്മായിമാരിൽ കൂടിയും എല്ലാം കയറി വന്ന കൊയ്ത്തോളം വളരേണ്ട കളകളൊക്കെ ഇത്രയും നാളും കർത്താവ് സഹിക്കായിരുന്നു. അത് പലരെ ഇവിടെ വരുത്തി അതിൻ്റെ ഇടയിൽ ഇടക്കാല ആശ്വാസം തന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുറവ് നിങ്ങളോട് ഏറ്റു പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കുറവ് ഏറ്റു പറയാവോ? ആ കുറ്റബോധമുള്ളവർക്ക് മുമ്പോട്ട് വരാം. അവർക്ക് ഇപ്പോൾ പാപവചന പ്രാർത്ഥന നടത്തുന്നു. അവിവാഹിതരുടെ ലൈംഗിക വേഴ്ച, അശുദ്ധി, ഭോഗാസക്തി, വിഗ്രഹ ആരാധന, ആവിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സാർത്ഥത, ഭിന്നത, കക്ഷിമത്സരം, വിദ്വേഷം, കൊലപാതകം, മദ്യപാനം, മധുരോത്സവം മുതലായവ ആകുന്നുവെന്ന് വ്യക്തമാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാകുന്നു. ഇവയ്ക്കെതിരായ ഒരു ന്യായ പ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. നാം അന്യോന്യം വെല്ലുവിളിച്ചും അസൂയപ്പെട്ടും കൊണ്ട് അഭിമാനികളാകരുത്. ആമീൻ. മത്തായിയുടെ സുവിശേഷം അധ്യായം 13 തിരുവചനങ്ങൾ 24 മുതൽ 30 വരെയുള്ള ഭാഗങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 24 മുതൽ വായിക്കുന്നു. വേദോത്സവമുള്ളവർക്ക് എടുക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്. വേദോത്സവം ഉള്ളവർക്ക് ഈ അധ്യായം എടുത്ത് സൂക്ഷിച്ച് ഓരോ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഗർഭകാലം മുതൽ നമ്മളിലുണ്ടായ കളകളുടെ കൊയ്ത്തോളം വളരേണ്ട കളയുടെ കാര്യമായി പറയുന്നത്. അത് തിരിച്ചറിഞ്ഞ് കർത്താവ് എത്ര ദീർഘക്ഷമയോടെ നമ്മളെ സഹിച്ചിട്ടാണ് ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്ന നന്ദി പറയാൻ സ്വോത്ര കുർബാനയെല്ലാം പോവുക. ഞാൻ അതിനുവേണ്ടി സ്വോത്ര കുർബാനയെല്ലാം പോവുകയാണ്. 71 കൊല്ലം എന്നെ സഹിച്ച കർത്താവിന് നന്ദി പറയാൻ പോകുക. എന്നെ സഹിച്ച മാതാപിതാക്കളുണ്ട്, ഗുരുക്കന്മാരുണ്ട്. എന്നെ മാമോദിസ മുക്കിയ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഗുണം പിടിക്കുകയാണ്. അത്രയ്ക്ക് കുസൃതിയായിരുന്നു. 22ാമത്തെ വയസ്സിൽ 26ാമത്തെ വയസ്സിൽ എൻ്റെ മാമോദിസ മുക്കിയ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഷമ്മാശനാകാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അനുവാദപ്രകാരമല്ല. അദ്ദേഹം ബാബാ കക്ഷി, ഞാൻ പട്ടവേക്കാൻ വന്ന് വെത്രാൻ കക്ഷി. അങ്ങയോട് ചോദിക്കാതെ എന്ന് പറഞ്ഞ് ഗുണം പിടിക്കുകയെന്ന് പറഞ്ഞു. മനസ്സിലായോ? മാമോദിസ മുക്കിയ ആൾ തന്നെ പണം പിടിക്കലെന്ന് പറയേണ്ടി വന്നു. ആ ശാപം മാറാൻ വേണ്ടി എത്ര നാൾ ഉപസിക്കേണ്ടതെന്ന് അറിയോ? അത് കുമ്പസാരിച്ച് വേറെ ആവശ്യത്തിനുമായിട്ട് പോയി കെട്ടഴിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മളറിയാത്ത പല കെട്ടുകളും ശാപങ്ങളും ഗർഭം മുതൽ ബാല്യത്തിലും യൗവനത്തിലും കമാലത്തിലൊക്കെ നമുക്ക് വന്നു കാണും. അതെല്ലാം അഴിച്ചു കളയണമെങ്കിൽ അതിന് വേറെ കർത്താവിനെ കെട്ടാൻ ഒരാൾ, അഴിക്കാൻ വേറെ ആള്. അതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് കുമ്പസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന് 24 മുതൽ അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണപ്പെട്ടു. അപ്പോൾ വീട്ടിടയൻ്റെ ദാസന്മാർ
അവന്റെ അടുക്കൽ ചെന്ന യജമാനനെ, വയൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതിക്കുമോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, ഒരുപക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൊയ്ത്തുകാലം വരെ വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളാക്കുവാനും ഗോതമ്പിന്റെ കളപ്പുരയിൽ ശേഖരിക്കുവാനും കൽപ്പിക്കും. ആ അന്ത്യകാലം വന്നിരിക്കുകയാണ്. സ്വല്പസമയം ഇരിക്കാം. അപ്പൊ നമ്മളുടെ കൂടെ വിളയോടുകൂടെ കൊയ്ത്തോളം വളണ്ട കളകൾ എത്രയുണ്ടെന്ന് തിരിച്ചറിയണം. അത് ശത്രു ചെയ്ത പണിയാണ്. അതിനെ പിതാവ് തിരിച്ചറിഞ്ഞു. വേലക്കാരെ ചോദിച്ചാൽ അങ്ങ് പറിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ ചോദിക്കാതെ അങ്ങ് പറിച്ചോളുക. ഭാര്യയും ഭർത്താവിനും മക്കളെയും ചൊവ്വാക്കാൻ ശ്രമിക്കുക. അവിടെ ബലഹീനത കണ്ടിട്ട് അത് ചോദിക്കണം. ഭർത്താവിന് ഇന്നൊരു ബലഹീനത എൻ്റെ ഭർത്താവിനുണ്ട്, എൻ്റെ ഭാര്യയ്ക്കുണ്ട്, എൻ്റെ മകനുണ്ട്, എൻ്റെ മകൾക്കുണ്ട്, എൻ്റെ അമ്മായിയമ്മയ്ക്കുണ്ട്, അല്ലെ എൻ്റെ മരുമകൾക്കുണ്ട്, എൻ്റെ നാത്തുവിനുണ്ട്, എൻ്റെ മരുമകൾക്കുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ആരോട് പറയണം? നമ്മൾ കണ്ടാൽ ഉടനെ ഞങ്ങൾ പറിക്കാൻ തുടങ്ങുക. അതുകൊണ്ടുള്ള കുഴപ്പം എന്നാ? വിളയും കൂടി അങ്ങ് ഒന്നുമില്ല, എല്ലാം താർന്നു പോവുക. അപ്പം നമ്മൾ അവിവേകമായി ആരുടെ എല്ലാം കുറവുകൾ പരിഹരിക്കാൻ, കൊള്ളരുതാത്ത കളയാന്ന് പറഞ്ഞ് പറിക്കാൻ അനുവാദമില്ലാതെ എത്ര പേരുടെ കള പറിക്കാൻ നമ്മൾ ശ്രമിച്ചു. അതുകൊണ്ട് ഗുണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കുറെ വിളയുടെ അങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കാതെ ആരെങ്കിലും നന്നാക്കാൻ പോയതിൻ്റെ കേസ് തീർക്കണം. പെന്തിക്കോസിക്കും ആ കേസ് ആദ്യം തീരട്ടെ. നമ്മൾ വല്ല വചനവും പഠിച്ച് നമുക്ക് ചില ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുറവിനെ പരിഹരിക്കുന്നതിന് പകരമായി മറ്റുള്ളവരുടെ കുറവ് പരിഹരിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. അതെല്ലാവരുടെയും രക്തത്തിൽ അണിഞ്ഞിരിക്കുന്ന ഒരു ബലഹീനതയാണ്. അതുകൊണ്ടാണ് കർത്താവിന് ഗിരിപ്രഭാഷത്തിൽ പറയേണ്ടി വന്നു, നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആ സ്വഭാവം നോക്കൊണ്ടെന്നേ. കോലിരിക്കുന്ന കാര്യം അറിയുന്നില്ല, അപ്പോൾ കരലെടുക്കാൻ പോവുക. കോലോട്ട് പോവുകയില്ല, കരലോട്ട് മാറുകയില്ല, ഉള്ള കണ്ണ് കലങ്ങിപ്പോകാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ ബലഹീനത നമ്മുടെ ഉള്ളു. നമുക്ക് മറ്റുള്ളവരുടെ കുറവ് കണ്ടിച്ച് കൊട്ടി ഘോഷിച്ച് അവരെ താറടിച്ചത് നന്നാക്കാമെന്ന് നമ്മുടെ വിചാരം, ഏതാണ് പുണ്യപ്രവൃത്തിയാണെന്ന് വിചാരം. പക്ഷേ കോലിരിക്കെ കരടെടുക്കാനുള്ള വിഫല ശ്രമമാണ്. അതും നമ്മുടെ ജന്മനാ ഉള്ളൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രസംഗിക്കേണ്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കണ്ണിൽ എന്തുമാത്രം കോലുണ്ട്, എൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾ വഴി ഏതെല്ലാം വഴിയിൽ എന്തെല്ലാം ബലഹീനതകൾ എൻ്റെ ഗർഭം മുതൽ പിശാചിനിൽ നട്ടു വളർത്തിയിരിക്കുന്നു. പിതാവായ ദൈവതമ്പുരാൻ വിളയോടുള്ള സ്നേഹം കൊണ്ടാണ് കളയും കൊണ്ട് വളർത്തിക്കൊള്ളാൻ. ആ ദീർഘക്ഷമ നമുക്ക് വേണം. എങ്കിലേ നമുക്ക് നമ്മളോട് ദൈവം കരുണ കാണിച്ച പോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കണം. ഭാര്യയിലോ ഭർത്താവിലോ മക്കളിലോ മരുമക്കളിലോ അയൽവക്കക്കാരിലോ ആരിൽ കുറവുണ്ടായാൽ ഉടനെ ആരോട് പറയണം? പിതാവിനോട്. പിതാവേ, ഞാൻ ഇന്ന കുറവ് ഇന്നത് കാണുന്നു, അത് ഇന്നപ്പോൾ കയറിയതാ, അത് വിളയുടെ കൂടെ പിശാച് ശത്രു ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം പറിക്കാൻ പോകണ്ട, ഇപ്പം പറിച്ചാൽ വിളയും കൂടെ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ആ വേലക്കാരൻ അങ്ങനെ ഒരു മര്യാദയെങ്കിലും ചെയ്തു. പറിച്ചേച്ച് പോയി പറഞ്ഞിരുന്നെങ്കിലോ? കാരണം അവരെ കൃഷി നോക്കാനാണ് നിർത്തിയിരിക്കുന്നത്. കളയാന്ന് പറഞ്ഞ് പറിച്ചു കൂട്ടിയാൽ വിളയും പോയതിൻ്റെ ശിക്ഷ അവരനുഭവിക്കേണ്ടി, ആ ശിക്ഷയെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടയക്കാരനോട് എല്ലാം ചോദിച്ചോണം. അങ്ങനെ മാത്രമേ നമുക്ക് നന്നാകാനൊക്കെ ഉള്ളൂ. അതുവരെ ഇന്ന് ആയുസ് നീട്ടിത്തരും. കളയെല്ലാം പോയതിന് ശേഷം മാത്രം 100 മേനി വളം ഉണ്ടാക്കാൻ പരിശുദ്ധ കന്യാമറിയാമാണ് കളകളെല്ലാം മാറ്റിയിട്ട് വചനമാകുന്ന വിത്ത് 100 മേനി വളം ഉണ്ടാക്കി ആദ്യത്തെ കൃഷിക്കാരത്തി ആരാ? പരിശുദ്ധ കന്യാമറിയാണ്. ഈ 13ാം അധ്യായത്തിൽ ഞാൻ വിധക്കാരൻ്റെ ഉപമയുണ്ട്, ഉപമകളുടെ ഉദ്ദേശം പറയുന്നുണ്ട്. അങ്ങനെ പല ഉപമകളുള്ള ഒരു അധ്യായമാണ് മത്തായിയുടെ ശേഷം 13ാം അധ്യായം. കന്യാമറിയാമാണ് കൃപായുഗത്തിൽ നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ച് 100 മേനി വളം ഉണ്ടാക്കി ആദ്യത്തെ ആൾ. അതിന് കാരണം എന്നാണെന്നറിയാം? അനേക തലമുറകളിൽ കൂടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയിട്ടാണ് കന്യാമറിയാൻ ജനിക്കുന്നത്. തലമുറകളുടെ കഥ ലൂക്കോസ് വിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. ആദാമിന്റെ കാലം മുതൽ സ്ത്രീയുടെ സന്തതി സർപ്പന്തലെ ചതിക്കുന്നുള്ള പ്രവചനം നിവർത്തിയാകാൻ എല്ലാ തലമുറയിലും അങ്ങനെ ഒരു സ്ത്രീയെ വാർത്തെടുക്കാൻ എല്ലാ തലമുറയിലെയും നല്ല എസൻസ് ചേർത്താണ് ആരെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് കന്യാമറിയാമിന് കുറവ് നടന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അനേക പൂർവികരുടെ പാപശാപങ്ങൾ നമ്മൾ ജനിച്ചു. എന്നാൽ പാപപാപന് തലയേദിക്കുന്ന ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ ഏതെന്തോട്ടത്തിൽ പറഞ്ഞ് ആ വചനം നിവൃത്തിയാകാൻ വേണ്ടി എല്ലാ തലമുറയിൽ നിന്നും ആരും അറിയാതെ, പിശാച് പോലും അറിയാതെ കന്യാമറിയാമിനെ സൃഷ്ടിക്കാനുള്ള നല്ല എസൻസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടായിരുന്നു. അതാ തലമുറകളുടെ കഥ. അപ്പം മനുഷ്യരുടെ എല്ലാ ബലഹീനതകളെയും അതിജീവിച്ച് ദൈവഹിതം പൂർണ്ണമായിട്ട് അനുസരിക്കാൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി,
നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പെൺകുട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായത് കന്യാമറിയാമിൻ്റെ ജീവിതത്തിലാണ്. കല്യാണം വച്ചിരിക്കുന്ന പെൺപിള്ളേർ വലിയൊരു സമ്മതിക്കുമോ? ഇപ്പം തന്നെ ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താണ്, വട്ടാണ്, ഭോഷത്വമാണെന്ന് പറഞ്ഞാൽ ഓടിപ്പാനാണ്. അവിടെ നിന്ന് സംശയങ്ങളെല്ലാം തീർത്ത് ഇത് ഉൽപ്പത്തി മുതലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് എന്നാക്കി ആരെല്ലാം പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാൽ അതങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായ ദൈവ പദ്ധതി കീഴടങ്ങിക്കൊണ്ടാണ് ആ സ്ത്രീയുടെ സന്തതിയായി കർത്താവിന് വന്ന് പാവപ്പാമ്പിന് തലയറിക്കാൻ എത്ര കൊല്ലം എടുത്തു? 4000 കൊല്ലം കഴിഞ്ഞാൽ സംഭവിച്ചു. ഏന്തോടത്ത് പറഞ്ഞ ഉടനെ പാമ്പിനെ കൊല്ലരുതായിരുന്നു, പാടില്ല. കാരണം പാമ്പിന് അവകാശം കിട്ടിപ്പോയി. അതിനെ പാപപ്പാമ്പിന് അവകാശമില്ലാത്ത ഒരാൾ ജനിച്ചു വളർന്ന് അവൻ തലയതച്ചാലേ അവൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ പിശാചിന് അവകാശമില്ലാത്ത അവസരത്തിൽ നമ്മുടെ ഹൃദയം 100% വചനം അനുസരിക്കുന്ന വിളഭൂമിയായി മാറാൻ ഒത്തിരി കളകൾ ഇനിയും പറിക്കാനുണ്ട്, ഒത്തിരി നിലവിന് വിടാനുണ്ട്, ഒത്തിരി പാറ പൊട്ടാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇനിയും. എന്നിട്ട് നമുക്ക് ആത്മാവിൻ്റെ ഫലം വിളയിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒന്നുകൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. പരിജ്ഞാനമില്ലാതെ വിവേകമില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കുറവ് കൊണ്ട് നന്നാക്കാനുള്ള ശ്രമത്തിൽ കർത്താവിൻ്റെ കൃഷിസ്ഥലം വികൃതമാക്കിയതിന് നമുക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവെ, ഞങ്ങൾക്ക് കൊയ്ത്തോളം വളരേണ്ട എന്നിലും എൻ്റെ പിതാക്കന്മാരിലും മറ്റുള്ളവരിൽ എത്രയുണ്ടെന്ന് കണ്ട് നീ കാണിച്ച ദീർഘക്ഷമ ഞാനും കാണിക്കാൻ. നീ ആരുടെയും കുറവ് ഞാൻ പറയുന്നില്ല, നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ. എന്നെ സഹിച്ച കർത്താവെ, അവരെ സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സഹനത്തിൻ്റെ കരുണ കാണിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സമയം പിതാവിലും പുത്രനുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കി പരിശുദ്ധാത്മാവിലും സഭയിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കുന്ന ഈ സമയം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ബോധം വരുത്തുന്നത് ഗർഭം മുതൽ നമ്മുടെ ജീവിതത്തിൽ ശത്രു ഉറക്ക സമയം എന്തെല്ലാം കളകൾ വർദ്ധിച്ചു ഇത് ബോധ്യമാക്കിയിട്ട് അത് വെളിപ്പെട്ടാലേ അത് മനസ്സിലാവുള്ളൂ. സ്കാൻ ചെയ്താൽ മാത്രം കാണാവുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്, പുറമെ ഒരു കുഴപ്പവും കാണുകയില്ല. അത് നേരത്തെ കണ്ടെത്തിയാൽ മാത്രമേ അതിനെ പരിഹരിക്കാവൂ. ക്യാൻസർ രോഗമൊക്കെ 4ാമത്തെ സ്റ്റേജായിട്ട് മാത്രം കണ്ടുപിടിക്കപ്പെട്ട് ചത്തുപോയവരുണ്ട്, പുറമെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് തുടക്കത്തിലേ കണ്ടുപിടിക്കാമെങ്കിൽ എവിടും തുടങ്ങിയെന്ന് കണ്ടുപിടിക്കാമെങ്കിൽ വളരെ വേഗം സൗഖ്യം പ്രാപിച്ച അനേകരെ സൗഖ്യമാക്കാൻ സാധിക്കും. വലിയ ധ്യാന ഗുരുക്കന്മാരൊക്കെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടാണ് അതിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും അങ്ങനെ നല്ലൊരു ഭാവി ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ ഇന്ന് വായിച്ച കേട്ട വചനപ്രകാരം നമ്മുടെ അപ്പനും അമ്മയും എവിടെയെല്ലാം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഗർഭാവസ്ഥയിൽ അമ്മ അപ്പൻ ചെയ്ത കാര്യങ്ങളോട് മക്കൾക്ക് ദോഷം വരുത്തും. ഗർഭിണിയായിരിക്കുന്ന അമ്മ എവിടെയെല്ലാം പോയി? ഭർത്താവ് അറിയാതെ കിടന്ന് കാണും, ഭർത്താവിന് കൂടെ കിടന്ന് കാണും. അപ്പോൾ ശത്രു എന്തെല്ലാം വിതച്ചാണ് ആർക്കറിയാം? ചോദിച്ചാൽ കർത്താവ് പറയും. അങ്ങനെ ഗർഭം മുതൽ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും എല്ലാം നമ്മുടെ ഓരോ ഉറക്കവേളയിലും ശത്രു വിതച്ച കളകളുണ്ട്. അത് വിളയുടെ കൂടെ ആയതുകൊണ്ട് പറിക്കാൻ ഒക്കുകയില്ല, ദൈവം സമ്മതിക്കുകയില്ല. മനുഷ്യർ ചിലപ്പോൾ കയറി പറിച്ച് എല്ലാം കുളമാക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ്റെ സ്കാനിങ് മെഷീൻ ഓൺ ചെയ്യാൻ പോവുക. പരിശുദ്ധാത്മാവിൻ്റെ സ്കാനിങ് മെഷീന് മുമ്പിലാണ് നിൽക്കുന്നത്. CT സ്കാനിനകത്ത് കയറ്റി വെച്ചിരിക്കുക. എനിക്കിനി ആരുടെയും കുറവ് എനിക്ക് കാണണ്ട. ആരുടെ കുറവ് കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുക. എനിക്ക് അതൊന്നും അറിയണ്ട. ഇപ്പോൾ എനിക്കെന്ന് മാത്രം കുറവുണ്ട്. എൻ്റെ ഗർഭത്തിൽ, എൻ്റെ ബാല്യത്തിൽ, എൻ്റെ യൗവനത്തിൽ, കൗമാരത്തിൽ എവിടെയെല്ലാം ഞാൻ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു. അപ്പോഴല്ല എന്തെല്ലാം കളകൾ ശത്രു വിതച്ചിരിക്കുന്നു. അത് കൊയ്ത്തോളം വളരെ നേരത്തെ കൽപ്പിച്ചിരിക്കുന്നു. ഞാനിതുവരെ സഹിച്ചിട്ടില്ല. അതെന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഈ പെന്തീസിക്ക് മുമ്പെങ്കിലും കൊയ്ത്തോളം വളരേണ്ട കളകൾക്ക് അതിനെ വളരെ വേഗം വിളയിച്ച് അതിനെ കൊയ്തു മാറ്റി കത്തിച്ച് കളഞ്ഞിട്ട് ആ ചാരം കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് ആത്മഫലങ്ങൾക്ക് വളമായി തീരാൻ. ആ കൃപ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളോട് പറഞ്ഞു. ഗർഭം മുതൽ ഒത്തിരി ബലഹീനതകൾ എനിക്കുണ്ടായിരുന്നു. ഒത്തിരി എന്നെ സഹിക്കാനും വഹിക്കാനും നേരം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതുവരെ എത്തി. അവരോട് എല്ലാം നന്ദി പറഞ്ഞ് എന്നെ സകല ഗുരുക്കന്മാർക്ക് വേണ്ടി എന്നെ സഹിക്കുകയും വഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയുടെ കുർബാന ചൊല്ലാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ വരുന്ന ബന്ധുക്കൾക്കെങ്കിലും നമ്മുടേതാകാൻ പ്രാർത്ഥിക്കാം. സഹോദരി സഹങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിച്ചുവിടുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. യാതൊരു മേച്ചൻ്റെ കണ്ണീമുണ്ടായിക്കൊണ്ടായിരിക്കട്ടെ. ആമേൻ. 3 ദീർഘമായ ശുശ്രൂഷകളുള്ള പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ 1ാം ശുശ്രൂഷയിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ ഇന്നേ നടത്തിയാൽ നമുക്ക് ഞായറാഴ്ചത്തെ ആരാധന ഹൃദ്യമാക്കാം, സുഗമമാക്കാം എന്നുള്ളതായി ഉറപ്പിക്കുന്നു.
പെന്തിക്കോസ്ത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പിതാക്കന്മാർ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വേദഭാഗങ്ങളാണ് ഗലാത്യർ 5 യെശയ്യാ 42. നമ്മളത് ധ്യാനിച്ച് തുടങ്ങിയിരിക്കുന്നു. കൊയ്ത്തോളം വളരേണ്ട കളകൾ ഏതെല്ലാമാണ്? ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരു കുടുംബത്തിൽ ചിലർ കളയായിരിക്കും, ചിലർ വിളയായിരിക്കും. ഒരുത്തൻ കൊള്ളുകയില്ലാന്ന് പറഞ്ഞാൽ തള്ളിക്കളയരുത്. പിതാവായ ദൈവം കർത്താവിന് കൊടുത്ത 12 ശിഷ്യന്മാർ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച്, ഒത്തിരി കൊല്ലം പ്രാർത്ഥിച്ച്, ഒത്തിരി രാത്രി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് കർത്താവ് എടുത്തു കൊടുത്തതാണ് 12 ശിഷ്യന്മാർ. ആ 11 പേരെ പിതാവ് എടുത്തു കൂട്ടത്തിൽ പിശാചങ്ങൾ എടുത്തോണ്ട് അങ്ങോട്ട് കൊടുക്കും. അത് ഇരുന്നോട്ട് അത് ഞാൻ പിതാവ് അംഗീകരിച്ചു. അപ്പം ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് പറഞ്ഞ് എനിക്കും കൂടെ ഒരാൾ ശിക്ഷയെടുത്ത് എനിക്ക് ഒരു കോട്ട എനിക്കൂടെ വേണമെന്ന് പറഞ്ഞു. കാരണം ഈ ജനങ്ങളെല്ലാം എൻ്റേതാണ്. കാരണം ആദാം ഉഭയം വിറ്റതാണ്. അപ്പം നീ എല്ലാവരും അങ്ങ് ഷോക്കാൻ വന്നിരിക്കുകയല്ലേ, എൻ്റെ ഒരാളും കൂടെ ഇരിക്കട്ടെ എൻ്റെ കൂടെ. ആയിക്കോട്ടെ. അപ്പം അത് പിതാവ് അനുവദിച്ചെന്നാണ് പറയുന്നത്. അപ്പം നാശയോഗ്യനും പിശാചുമായിരിക്കുന്ന ഒരാളെ ശിഷ്യനായിട്ട് കർത്താവ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ ധ്യാനമന്ദിരങ്ങളിൽ കൊയ്ത്തോളം വളർന്ന കളയായ മനുഷ്യരും കാണും. അവരെ കളയാൻ പാടില്ല. അവരെ കൊണ്ട് മാത്രം ജയിപ്പിക്കേണ്ട പണിയുണ്ട്. അല്ല, കളയാന്ന് പറഞ്ഞ ഉടനെ പറിക്കരുതെന്നാണ് പറഞ്ഞത്. അവരെ കൊണ്ട് മാത്രം ജയിപ്പിക്കാവുന്ന പണിയുണ്ട്. സമയമാകുമ്പോൾ അവർ പൊക്കോളും, കർത്താവിനെ വഴിയൊരുക്കിക്കോളും. അത് നമ്മളായിട്ടല്ല അത് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. പള്ളി, ധ്യാനമന്ദിരം, പൊതുയോഗം, കമ്മിറ്റി, എല്ലായിടങ്ങളിലും 12-1 യൂതാകാൻ. അത് പാർട്ട് ടൈം യൂതാകാം, ഫുൾ ടൈം യൂതാകാം. ഈ 12 പേരുടെയും സ്വഭാവവും നമ്മളുണ്ടാകാം. 12 പേരുടെ റോള് നമ്മൾ വഹിച്ചെന്നിരിക്കും. അത് ടെമ്പററി ആകാം, പെർമനൻറ്റും ആകാം. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് ആരെയും വിധിക്കരുത്. ലാസ്റ്റ് മിനിറ്റിൽ രക്ഷപ്പെട്ടവരുണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ പോയവരുമുണ്ട്. സെന്റ് ജോൺ ക്ലൈമാക്കസ് എന്ന് പറഞ്ഞൊരു പരിശുദ്ധന് കിട്ടിയ ഒരു അനുഭവം, ഒരു ദർശനം. അസെന്റ് ഓഫ് ഡിവൈൻ ലാഡർ എന്ന് പറഞ്ഞ് സ്വർഗ്ഗഗോവണി എന്നൊക്കെ പറഞ്ഞ പേരിൽ മലയാളത്തിൽ ആ പുസ്തകം വന്നിട്ടുണ്ട്. ഈ ക്രിസ്തീയ ജീവിതത്തെ 40 പടികയറ്റമായിട്ടാണ് വെച്ചിരിക്കുന്നത് ആ പുസ്തകത്തിൽ. 39ാമത്തെ പടി കയറിയിട്ട് താഴോട്ട് വീണ പരിശുദ്ധന്മാരുണ്ട്, പോയി. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ ഈ 40 പടിയും കയറി പരിശുദ്ധരായവരും ഉണ്ട്. അതുകൊണ്ട് ആരെയും ഇപ്പോൾ പരിശുദ്ധെന്നും പറയേണ്ട, പാപിയെന്നും പറയണ്ട. ആരെയും കൊള്ളരുതാത്തവരെന്നും പറയേണ്ട, കൊള്ളാവുന്നതെന്നും പറയണ്ട. എപ്പോൾ വേണേലും കൊള്ളാവുന്നവർ കൊള്ളരുതാത്തവരാകാം, കൊള്ളരുതാത്തവർ കൊള്ളാവുന്നവരാകാം. ഈ സാധ്യതയിൽ കിടക്കുന്ന വർക്ക്ഷോപ്പിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് ആരെയും വിധിക്കേണ്ട, ഒന്നിനെയും വിധിക്കേണ്ട. കർത്താവ് എന്നോട് കരുണയുണ്ടാണ്, എന്നെ കൈവിടില്ലേ കൈവിടില്ലേ എന്ന് പ്രാർത്ഥിച്ചോ. ആദ്യം പർദീസായി കയറിയ ആളുടെ പേരനാ, വലത്തോഷത്തെ കള്ളനാ. അത് വല്ല ഗുണം ചെയ്തതാണോ? ലാസ്റ്റ് മിനിറ്റിൽ അവനൊരു ദൈവകൃപയുടെ ഒരു വെളിച്ചം കിട്ടി. അവൻ ചെയ്ത തെറ്റിനാണ് ഈ ശിക്ഷ വന്നത്. അവൻ്റെ കുരിശിനെ സ്വാഗതം ചെയ്തു. ഞാൻ കൊല്ലപ്പെടേണ്ടവനാ, ഞാൻ തൂക്കപ്പെടേണ്ടവനാ, ഞാൻ അത് അത്രയ്ക്ക് ഉള്ളതാഴിയ, അതിന് ശിക്ഷ വരട്ടെ, അങ്ങോട്ട് തകരട്ടെ, ചാകട്ടെ. പക്ഷേ ഇതിന്റെ ശേഷം രാജാവാ വരുന്നവനാണവൻ. ഒരു സീറ്റ് ബുക്ക് ചെയ്തേക്കാം. രാജാവേ, യേശുവേ, നീ രാജ്യം പ്രാപിച്ചു എന്നെ കൂടെ ഇപ്പോഴേ ഓർത്തിരിക്കുന്നു, ഓരടാ നമുക്ക് പോവാം. കയ്യെ പിടിച്ചുകൊണ്ട് പോയി. ലാസ്റ്റ് മിനിറ്റിൽ പർദീസായി കയറിയ ആളാണ് മരണത്തിന്റെ മിനിറ്റ് വരെ കൊള്ളക്കാരനായി നടന്നത്. അതുകൊണ്ട് ആരെയും നമ്മൾ കുറ്റം പിടിക്കും. മഗ്ദല മറിയത്തിന്റെ കഥ എന്നാ? കല്ലെറിയാൻ കൊണ്ടുവന്നതാ. 7 ഭൂതം കയറിയതാ. കല്ലെറിഞ്ഞിരുന്നേ അങ്ങനെ ഇരുന്നേനെ. അപ്പൊ അങ്ങനെ കൊണ്ട് എല്ലാ വഴികളും കൊണ്ട് കല്ലെറിയപ്പെടാൻ കൊണ്ടുവന്ന ഒരുതിയാണ്. കഞ്ഞറിയാൻ കഴിഞ്ഞാൽ പിന്നെ സഭയിലെ ശുദ്ധിമതി. ഇപ്പം അവൾ ചെയ്തതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അതൊന്നും കണക്കിനകത്തില്ല. അത് ഭ്രാന്തിയായിട്ട് ബോധമില്ലാതെ ചെയ്തതാണെന്ന് ഞങ്ങൾ തള്ളി മുഴുവൻ. അവള് കഞ്ഞറിയാൻ കഴിഞ്ഞാൽ പിന്നെ സഭയിലെ ഏറ്റവും വലിയ ശുദ്ധിമതി ആരാണ്? മഗ്ദല മറിയം. കാരണം മഗ്ദല മറിയത്തിനാണ് ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം പ്രതിഷ്ഠപ്പെടുന്നത്. കൊച്ചു കാര്യം വല്ലതും ആണോ? അപ്പൊ നമ്മൾ ആരെയും മുദ്രയടിക്കരുത്, താറടിക്കട്ടെ. ആര് വേണേലും ആകാം. അതാ ഈ ദൈവകൃപയുടെ കസർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി എല്ലാവരെയും കണ്ടെങ്കിലേ നമുക്ക് എല്ലാവരെയും പ്രയോജനപ്പെടുത്താൻ. കർത്താവ് യൂദായെയും പ്രയോജനപ്പെടുത്തി, പത്രോസിനെയും എല്ലാവരെയും പ്രയോജനപ്പെടുത്തി. അവസാനം അവരെല്ലാം കർത്താവിന്റെ പദ്ധതിക്ക് പ്രയോജനപ്പെട്ടു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനങ്ങ് പോവുകയും ചെയ്തു. സകലത്തെയും നല്ല ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്ന അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. സദൃശവാക്യം 14:4. ഈ വചനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് കാര്യം ആരെക്കുറിച്ച് എന്തെല്ലാം തോന്നിയാലും പിതാവിനോടേ പറയാവൂ. ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിൽ നമുക്ക് തോന്നാം, എതിരായിട്ട് തോന്നാം, പരിഭവം തോന്നാം, പരാതി തോന്നാം. അതിലാരോടേ പറയാവൂ? കുമ്പസാരിച്ചേറ്റ് പറയേണ്ട കാര്യമാണ്.
കർത്താവെ, എനിക്ക് പലരെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും തിരുമേനിയെക്കുറിച്ചും ബാവായെക്കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചും റമ്പാച്ചനെക്കുറിച്ചും പലതും തോന്നുന്നു. ഞാനത് അംഗീകരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഞാനതിനെ ആശ്രയിക്കുന്നില്ല. പിതാവിനെ അങ്ങ് വിട്ടേക്കണം. അല്ല, നമ്മൾ വിധി കൽപ്പിക്കാൻ പോയേക്കരുത് എന്നാണ് പറഞ്ഞത് എനിക്ക് അർത്ഥം. അതുകൊണ്ട് ഈ കള ഒരാളുടെ ജീവിതത്തിൽ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യണം പിതാവിന്. ഇന്നയാൾ ആ വീട്ടിലൊരു കളയാണ്, ഈ ജാനു എന്നതിൽ ഇന്നയാളൊരു കളയാണ്, ഞാൻ അനുവദിച്ചിട്ടത്. അല്ലേ, എനിക്കത് നിവൃത്തിയില്ലാതെ ദുഷ്ടൻ അവസാനത്തോടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കള കൂടെ വളരട്ടെ എന്ന് പറഞ്ഞാൽ പിതാവ് കൽപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിതാവിൻ്റെ കണ്ണിലൂടെ അതിനെ കണ്ട് പിതാവിൻ്റെ മനോഭാവത്തിനെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ കള എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലോ സ്ഥാപനത്തിലോ ഒരു സഭയിലോ ഒരു പ്രസ്ഥാനത്തിലോ ചില വ്യക്തികൾ കളയായി വളരാൻ സാധ്യതയുണ്ട്. അവരെയും നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. അതാണ് മറ്റ് വ്യാഖ്യാനം. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കളയുണ്ട്, മുളയുണ്ട്. ഇതാ മറ്റേത് സമൂഹത്തിലെ കാര്യമാണ്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കളയും പിളയും കാണും, ഏറ്റക്കുറിച്ചിലും കാണും. അതും കർത്താവ് സഹിക്കുന്നവനാണ്, വഹിക്കുന്നവനാണ്. ഈ പിശാച് ലോകത്തിൽ ഭരിക്കുന്നിടത്തോളം കാലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഈ കളയും പിളയും കാണും. നമ്മൾ ഏതാണെന്ന് അന്നൊന്ന് പരിശോധിച്ചോണം. ഈ പശ്ചാത്തലത്തിലാണ് കളകൾ ഏതെല്ലാമാണ് നമ്മളുടെ ഗർഭം മുതൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദേഹത്തിലും ആത്മാവിലും വരാവുന്ന കളകൾ ഏതെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി ജഡത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഗലാത്യർ 5:16 തൊട്ട് വായിക്കാൻ വെച്ചിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിനെന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഒക്കുന്നുണ്ടോ? കാരണം ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തക്കതിൽ മോഹം കൊണ്ട് ജീവിക്കുന്ന ആളാണ് പിശാച്. പിശാചിന് ജഡമോഹം കൺമോഹം അവന്റെ ആഹാരമാണ്. ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം. ഇതുകൊണ്ടാണ് പിശാച് ജീവിക്കുന്നത്. അത് ആ പിശാച് കയറുന്നവർക്ക് ജഡമോഹം ഉണ്ടാകും, കൺമോഹം ഉണ്ടാകും, ജീവിതത്തിന്റെ പ്രതാപവും ഉണ്ടാകും. നക്തല മറിയത്തിനുള്ളിൽ 7 ഭൂതം കയറിയപ്പോഴാണ് അവർക്ക് ബോധമില്ലാതെ ഏത് പുരുഷനെ കിട്ടിയാലും എടുത്തോണ്ടങ്ങ് പോകും. ഒരു ബോധവും ഇല്ല, ഒരു നാണവും ഇല്ല. അതുകൊണ്ടാണ് നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ പട്ടാപ്പകല് ഇവൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിടിക്കേണ്ടി വന്നതുകൊണ്ടാണ്. അത്രയ്ക്ക് ബോധമില്ലായിരുന്നാണ് പറഞ്ഞത്. അതുപോലെ ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപത്തിൽ ജീവിക്കുന്ന പിശാചുക്കളുടെ ഇരയായി നമ്മൾ മാറും. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന കണ്ട സഹതാപേതം ഒന്നാവും. അവരെ വെറുക്കരുത്, അറയ്ക്കരുത്, അവരെ തള്ളിക്കളയരുത്, അവരെ പരിഹസിക്കുകയും വരുത്. ഉടനെ വിവരം നേടാൻ ഇന്ന ആളുണ്ട്, ഇന്ന ബലഹീനതയുണ്ടല്ലോ, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് കർത്താവ് പറയും. അപ്പോൾ ജഡത്തിന്റെ മോഹം നിവർത്തിച്ചിട്ടാണ് പിശാച് ജീവിക്കുന്നത്. പിശാചിന്റെ ആവാസം പൊസഷൻ ഉണ്ടെങ്കിൽ ഭൂതബാധയുള്ളവർ ഭൂതത്തിന്റെ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി അവരെ അലറിക്ക. ഇപ്പൊ കള്ളനായ ഒരാള് അറിഞ്ഞുകൊണ്ടല്ലേ മോഷ്ടിക്കുന്നത്. അവന്റെ ഉള്ളിൽ കള്ളനായ പിശാച് ഉള്ളതുകൊണ്ട് എവിടുന്ന് മോഷിക്കുക, കാണിക്കപാത്രത്തിൽ നിന്ന് മോഷിക്കാൻ ഒരു മടിയും കാണുന്നില്ല. ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും, അച്ഛനായിരിക്കാം, തിരുമേനിയായിരിക്കാം, ബാവായിരിക്കാം. അതിൽ ഈ പിശാചിന്റെ ആക്രമണം ഉണ്ടായി അറിയാതെ ബോധമില്ലാതെ എവിടുന്ന് വേണേ മോഷ്ടിക്കാൻ അവർക്ക് ഒരു പക്ഷം അവരറിയുന്നുമില്ല. ഈ കാര്യം ആ കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെ ബോധമില്ലാതെ ഈ ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവിതത്തിന്റെ പ്രതാപത്തിന്റെയും വിക്രിയകൾ കാണിച്ച് അനേക നാശനഷ്ടങ്ങൾ വരുത്തുന്നവരുണ്ടാകാം. അവരെയും നമ്മൾ സഹതാപത്തോടെ കാണണം. അതൊരു രോഗമാണ്, അത് പിശാചുബാധയാണ്. അത് വന്നാൽ ആരും ഇതേ ചെയ്യുള്ളൂ. ഈ ഗതിയാണ് എനിക്ക് വരല്ലേ നമ്മൾ പ്രാർത്ഥിച്ചോണം. ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും, ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും എതിരാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാൻ കഴിയാത്ത വിധം അവ പരസ്പര വിരുദ്ധങ്ങളാണ്. ആത്മാവിനനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ 19-ാം വാക്യത്തിൽ ഇതിന്റെ എല്ലാം പുറകിൽ ഭൂതങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറകിൽ ഭൂതങ്ങളുണ്ട്. ആ ഭൂതങ്ങൾ അപ്പന്റെയോ അമ്മയുടെയോ ഉറക്കത്തിൽ കയറിയവരായിരിക്കാം. അവർ കൂടെ ഇങ്ങോട്ട് വരും. പ്രത്യേകിച്ച് മദ്യപാനിയായ ഒരു പിതാവിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം കൊയ്ത്തോളം വളർന്ന കളകൾ കാണും. മദ്യപാനിയായ അപ്പനിൽ നിന്ന് ജനിക്കുന്ന മദ്യപിച്ചിട്ടായിരിക്കും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ തൊട്ടേ ഈ കുഞ്ഞുങ്ങളിൽ പ്രവേശിക്കുന്ന തിന്മകൾ കാണും. അത് കൊയ്ത്തോളം വളർന്ന ബലഹീനതയായിരിക്കും. അങ്ങനെയുള്ളവരെ വഹിക്കുന്ന അവാർഡ് കിട്ടും കേട്ടോ. എങ്ങനെയാണ്? അപ്പോൾ ഒത്തിരി സഹനം ആവശ്യം മാത്രമേ നേടാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽപ്പെട്ട 15 കൂട്ടം ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും അത് പിശാചുബാധ തന്നെയായിരിക്കും. എല്ലാം കൂടി എല്ലാവർക്കും ഉണ്ടായെന്ന് വരികയില്ല. ഏതെങ്കിലും ഒന്നിൽ അവൻ പിടികൂടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർക്കും. ജഡത്തിന്റെ പ്രവൃത്തികളോ വിവാഹ ഇതരരുടെ പരസ്ത്രീ പുരുഷ ലൈംഗിക വീഴ്ച. കല്യാണം കഴിച്ചാലും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും സുന്ദരനും സുന്ദരിയും തോന്നി പോകുന്ന പലരുണ്ട്. അവർക്കത് പാവമായിട്ട് തോന്നുന്നില്ല. കിട്ടിയ ലാക്കിനെ കിട്ടുന്നിടത്ത് വെച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന എത്രയോ പേര് ഇവിടെയെല്ലാം ഉണ്ട്. അങ്ങ് ഇന്നത്തെ ബ്ലാക്ക് മാസം എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്.
പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. ദൈവത്തെ അവഹസിച്ച് പിശാചിനെ ആരാധിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഇഷ്ടം പോലെ ഏത് പാപം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ദൈവത്തെ പരിഹസിക്കാൻ കൂട്ടുനിന്നാൽ മതി. ദൈവത്തെ പരിഹസിച്ച് ദൈവവചനത്തെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും ചവിട്ടി മെതിച്ച് അശുദ്ധിയുടെ കൂമ്പാരമായി കഴിഞ്ഞാൽ അശുദ്ധാത്മാക്കൾ വിളയാടും. അശുദ്ധാത്മാക്കളെല്ലാം കൂടി തുള്ളിച്ചാടി ഏത് പാപവും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരു ഗ്രൂപ്പ് ഇന്ന് ലോകത്തിലുണ്ട്. നിങ്ങളുടെ മക്കളെ സൂക്ഷിച്ചോണം, മക്കളെയും കൊച്ചുമക്കളെയും സഹോദരി സഹോദരങ്ങളെ സൂക്ഷിച്ചോണം. അതിൻ്റെ കെണിയിൽപ്പെട്ടു പോയ വലിയ ചതിക്കുഴിയിൽ വീഴുന്ന കുഴഞ്ഞേറ്റിൽ വീഴുന്ന പോലെയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അനേക സിറ്റികളിലും അനേക ഇടങ്ങളിലും ഇങ്ങനെയുള്ള അനേക നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയുള്ള കളകൾ, വിവാഹിതരുടെയും അവിവാഹിതരുടെയും, സ്ത്രീ പുരുഷ ലൈംഗിക വേഴ്ച, അവിവാഹിതരുടെ ലൈംഗിക വേഴ്ച, അശുദ്ധി, ഭോഗാസക്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഭിന്നത, കക്ഷി മത്സരം, വിദ്വേഷം, കൊലപാതകം, മദ്യപാനം, മധുരോത്സവം മുതലായവയാകുന്നു എന്ന് വ്യക്തമാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഒരെണ്ണം മതി. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ഗർഭം മുതലേ പിശാച് നമ്മൾ അമ്മ വഴിയോ അപ്പം വഴിയോ അമ്മാച്ചൻ വഴിയോ ആരും കൂടി കയറ്റി വിട്ടേരും. കടന്ന് കളിക്കുക. പിതാവിന് ഇതറിയാം. ഈ ലോകം പിശാച് ഭരിക്കുന്ന ഈ ലോകത്തെ നമ്മൾ ജനിച്ചിരിക്കുന്നത്. ആദാമിന് ഉപായം കൊടുത്തതായില്ലോ ഈ ഭൂമി. അവനത് പിശാചിന് വിറ്റതാ. പിശാചാണ് ഇവിടെ ഭരിക്കുന്നു. അപ്പോൾ ആ പിതാവായ ചെയ്യുന്നതിന് ആ പിശാചിന്റെ അവകാശത്തെയും അധികാരത്തെയും ചോദ്യം ചെയ്യുന്നില്ല. അവൻ ചോദിക്കുന്നിടത്തോളം പൊന്നുമ്മല കൊടുത്ത് ദൈവത്തിന് വേണ്ടി വരെ വില കൊടുത്ത് വാങ്ങിച്ച് താൻ വിശുദ്ധരാക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ജന്മനാ നമ്മളെല്ലാവരും ഭാവികളും ദൈവത്തിന്റെ ശത്രുക്കളുമാണ് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇതേത് ബലഹീനത വന്നാലും അതൊരു കളയാണ്. അത് ചിലപ്പോൾ കൊയ്ത്തോളം വളരേണ്ടതായിരിക്കാം. എന്നാണ് കൊയ്ത്ത് കാലം നമുക്ക് പറയാൻ ഒക്കുകയില്ല. അത് ഓരോ ദൃഷ്ടിക്കും ഓരോ വർഷമാണ്, ഓരോ കാലങ്ങളിലാണ്. അതും ദൈവാത്മാവിന് മാത്രമേ അറിയാവുന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 10 ദിവസം കാത്തിരുന്ന 120 പേരുടെ കളകളെ മുഴുവൻ കത്തിച്ച് ചാരമാക്കി ആ ചാരം വളമായിട്ട് ഇട്ടിട്ടാണ് പെന്തിക്കോസ്തിയിൽ നല്ല ഫലം അവർ കാഴ്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ ജഡത്തിന്റെ ഈ 15 തരം പ്രവൃത്തികൾ ഇല്ലാത്തവരാരും ഭൂമി ജീവിക്കുവാൻ ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും ചെയ്ത് ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രമേ എല്ലാവരും പാപികളാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഈ കളയുണ്ട്. അത് കൊയ്ത്തോളം വളരാൻ എന്നാണ് കൊയ്ത്തെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞുകൂടാ. അത് പിതാവിനെ അങ്ങ് വിട്ടേക്കണം. അതുകൊണ്ട് ഈ പെന്തിക്കോസ്തിയിൽ ആത്മാവിൽ നിറയുന്നതിന് വേണ്ടി പെന്തിക്കോസ്തിക്ക് മുമ്പ് കളകളെ മുഴുവൻ കത്തിച്ച് ചാരമാക്കി വളമിടാനുള്ള സാധിക്കുന്നവർക്ക് പെന്തിക്കോസ്തി സന്തോഷമായിരിക്കും. ആർക്കെങ്കിലും പെന്തിക്കോസ്തി അപൂർണമായെങ്കിൽ നിരാശപ്പെടേണ്ട. കൃപായുഗം നീട്ടിത്തന്ന കർത്താവ് എന്നെ കൈവിടല്ലേ എന്ന് പറയാൻ വീണ്ടും അവസരങ്ങൾ ദൈവം തരും. പക്ഷെ എന്നാ അവസരം തീരുന്നെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് എത്രയും നേരത്തെ ആത്മാവിലായിക്കോണം. യേശുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ, യേശുവിന്റെ ആത്മാവില്ലാത്തവൾ അവനുള്ളവൾ അല്ല. ഈ കാര്യം ഭയത്തോടും പറയലോടും തന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ 120 പേരെ ഒരുക്കിയ അമ്മയും ആ മാതാവും ആ യോഹന്നാനും ഇവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ മധ്യത്തിലൂടെ പ്രാർത്ഥനയിൽ വരാൻ പോവാണ്. അവരോടൊത്ത കാത്തിരിപ്പ് തുടരാം. അത് ദൈവം നമ്മളെ സഹായിക്കട്ടെ.